അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 4ാം ക്ലാസ്സിലേക്ക് പുതുതായി പരിഷ്കരിച്ച് തയ്യാറാക്കിയ ലിസാനുൽ ഖുർആനിൻ്റെ 5ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഇന്നല്ലാഹ യറാന, നിശ്ചയം അള്ളാഹു നമ്മെ കാണുന്നു എന്നാണ് അർത്ഥം. ഇതിലെ പുരാതന കാലത്തെ ഒരു നല്ലൊരു വില്ലേജിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത് കലാമിനെ കുറിച്ചാണ്. കലാം 3 വിധാണ്. 1 ഇസ്മ, 2 ഫിഅല്, 3 ഹർഫ്. എന്താണ് ഇസ്മ എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിൻ്റെ നാമാണ്, ഒരു വസ്തുവിൻ്റെ പേരിനാണ് ഇസ്മി എന്ന് പറയുന്നത്. അതൊരു കാലത്തിൻ്റെ മേൽ അറിയിക്കൂല. കഴിഞ്ഞു പോയതോ വരാൻ പോകുന്നതോ നിലവിൽ നടക്കുന്ന അഥവാ വർത്തമാന കാലത്തിന് അറിയിക്കുന്നതോ അല്ല ഇസ്മി എന്നത്. രണ്ടാമത്തത് ഫിഅല്. എന്താണ് ഫിഅല് എന്ന് പറയുന്നത്? ഒരു കാലത്തിനും അറിയിക്കുന്നത് അഥവാ കഴിഞ്ഞു പോയതോ വരാൻ പോകുന്നതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ കാലത്തിനും അറിയിക്കുന്ന ഒന്നിനാണ് ഫിഅല് എന്ന് പറയാം. ഉദാഹരണമായി ഖറജ, പുറപ്പെട്ടു. പുറപ്പെട്ടു എന്നുള്ളത് കഴിഞ്ഞ കാലത്ത് അറിയിക്കുന്നു. ഇതിനാണ് ഫിഅല് എന്ന് പറയുന്നത്. മൂന്നാമതായി ഹർഫാണ്. എന്താണ് ഹർഫ് എന്ന് പറഞ്ഞാൽ? സ്വയം ഒരർത്ഥമില്ല, എന്നാൽ മറ്റൊന്നിനോട് കൂടുമ്പോൾ അർത്ഥം ഉണ്ടാകുന്നതിനാണ് ഹർഫ് എന്ന് പറയുന്നത്. ഉദാഹരണമായി മിൻ. മിൻ എന്നത് സ്വയം ഒരർത്ഥമില്ല, പക്ഷേ മക്ക എന്നതിനോട് കൂടിച്ചേരുമ്പോൾ മിൻ മക്ക, മക്കയിൽ നിന്ന്. ഇങ്ങനെ മറ്റൊന്നിനോട് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥത്തിനാണ് എന്ത് പറയുന്നത്? ഹർഫ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ കലാം എന്നത് അഥവാ സെന്റൻസ് 3 വിധമാണ്: ഇസ്മ, ഫിഅല്, ഹർഫ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഈ റെഡ് കളറിൽ കൊടുത്തതൊക്കെയാണ് ഇസ്മ, ഫിഅല്, ഹർഫ് എന്നുള്ളതൊക്കെ. പൊതുവായിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. നമുക്കൊന്ന് വായിക്കാം. ഖറജൽ ഖലീഫത്തു ഉമർ റളിയല്ലാഹു അൻഹു ലൈലൻ. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി പുറപ്പെട്ടു. ലിയഅരിഫ അഹ്വാലൻ നാസ്, ജനങ്ങൾ അവസ്ഥകൾ അറിയാൻ വേണ്ടി. വലമ്മാ വസല ഇലാ ബൈത്തിൻ സ്വഗീരിൻ, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു കൊച്ചു വീട്ടിലേക്ക് എത്തിയപ്പോൾ സമിഅ ഹിവാറൻ യജ്രി ബൈന ഉമ്മിൻ വബ്നതിഹാ, ഒരു ഉമ്മയുടെയും തൻ്റെ മകളുടെയും ഇടയിൽ നടക്കുന്നൊരു സംഭാഷണം ഉമർ റളിയല്ലാഹു അൻഹു കേട്ടു. തത്ലുബുൽ ഉമ്മു മിൻ ഇബ്നതിഹാ, ഉമ്മ തൻ്റെ മകളോട് ആവശ്യപ്പെടുന്നു അൻ തുളീഫൽ മാഅ ഇലൽ ലബൻ, വെള്ളം പാലിലേക്ക് ചേർക്കാൻ. വലാക്കിൻ റഫലത്തിൽ ഇബ്നത്തു, പക്ഷേ മകൾ അത് നിരസിച്ചു, തയ്യാറായില്ല എന്നർത്ഥം. വഖാലത് യാ ഉമ്മി, മകൾ പറഞ്ഞു, എൻ്റെ ഉമ്മ. ഇന്നൽ ഖലീഫത ഉമർ റളിയല്ലാഹു അൻഹു ഖദ് നഹാനാ ഇളാഫത്തൽ മാഇ ഇലൽ ലബൻ, നിശ്ചയം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു വെള്ളം പാലിലേക്ക് ചേർക്കുന്നതിനെ തൊട്ട് നമ്മോട് വിരോധിച്ചിട്ടുണ്ട്. ഫഅജാബത്തിൽ ഉമ്മു, അപ്പോൾ ഉമ്മ മറുപടി പറഞ്ഞു, കൈഫ യഅരിഫുൽ ഖലീഫത്തു ഹാദാ ഫിൽ ലൈൽ, എങ്ങനെയാണ് ഇത് ഈ രാത്രിയിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു അറിയാം? വഹുവ ലാ യറാന, അദ്ദേഹം നമ്മെ കാണുന്നില്ലല്ലോ. ഫഖാലത്തിൽ ഇബ്നത്തു, അപ്പോൾ മകൾ പറഞ്ഞു, ഇൻ കാന ഉമർ റളിയല്ലാഹു അൻഹു ലാ യറാന, ഉമർ റളിയല്ലാഹു നമ്മെ കാണുന്നില്ലെങ്കിലും ഫഇന്നല്ലാഹ യറാന, നിശ്ചയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട്. അതാണ് നമ്മൾ ഹെഡിങ്ങിൽ കൊടുത്തിട്ടുള്ളത്, ഇന്നല്ലാഹ യറാന, നിശ്ചയം അള്ളാഹു നമ്മെ കാണുന്നു എന്നുള്ളത്. ഒരു കമൻറ്റിൽ കാണാനിടയായി, ഇത്രയും പ്രയാസപ്പെട്ട ഒരു പാഠം എങ്ങനെയാണ് ഈ പാഠങ്ങളൊക്കെ ഒരു 15 മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുക എന്നുള്ളത്. ഇതൊരു ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ പരിമിതിയുണ്ട്.
അതുകൊണ്ടാണ് ഇത്ര ചെറിയ രൂപത്തിൽ പറഞ്ഞൊതുക്കുന്നത്. ഇനി നമുക്ക് വായിക്കാം നഖറ വ നഫ്ഹം, വായിച്ച് മനസ്സിലാക്കാം. ഈ പാഠത്തിൽ വന്നിട്ടുള്ള ഇസ്മുകളും ഫീലുകളും ഹർഫുകളുമാണ് താഴെ കോളങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അൽ ഇസ്മു, ഇസ്മെന്ന ഒരു പേര്. ഖലീഫത്തുൻ, ഉമർ, നാസുൻ, ബൈത്തുൻ, ഹിവാറുൻ, ഉമ്മുൻ, ഇബ്നത്തുൻ, മാഉൻ, ലബനുൻ, ലൈലുൻ, അല്ലാഹു. ഇതൊക്കെയാണ് ഇതിലുള്ള ഇസ്മുകൾ. ഇനി നമുക്ക് ഫീലുകൾ നോക്കാം. ഒരു പ്രവർത്തികളാണ്. ഖറജ, പുറപ്പെട്ടു എന്നർത്ഥം വരുന്ന ഖറജ, യഅരിഫു, വസല, സമിഅ, യജ്രി, തത്ലുബു, തുളീഫു, റഫലത്, ഖാലത്, നഹാ, അജാബത്, യറാ. ഈ പറയപ്പെട്ടതൊക്കെ എന്താണ്? ഫിഇലാണ്. ഏതെങ്കിലും ഒരു കാലത്തിൽ അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയതോ വരാൻ പോകുന്നതോ നടന്നുകൊണ്ടിരിക്കുന്നതോ ആയ കാലത്തിന് അറിയിക്കുന്നത് കൊണ്ടാണ് ഫിഇൽ ആയത്. മൂന്നാമത്തെ കോളത്തിൽ ഹർഫാൻ, ഹർഫിനെ കുറിച്ചാണ്. ഹർഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു സ്വയം അർത്ഥമല്ല, പക്ഷെ മറ്റൊന്നിനോട് കൂടുമ്പോഴാണെന്നുണ്ടാകുന്നത് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. ഇല, അൻ, ഇന്ന, ഫി, മിൻ, യാ, അൻ, ലാ. ഇതിന് സ്വന്തം അർത്ഥമല്ല, പക്ഷെ മറ്റൊന്നിനോട് കൂടുമ്പോൾ അർത്ഥമുണ്ടാകുന്നു. അതാണ് ഹർഫ്. ഇനി നോക്കൂ, നഖറഉ വ നുഅയ്യിനുൽ അസ്മാഅ വൽ അഫ്ആല വൽ ഹുറൂഫ. താഴെ പറയുന്നൊരു ഹദീസ്, ആ ഹദീസിൽ വന്നിട്ടുള്ള ഇസ്മുകളും ഫിഅലുകളും ഹർഫുകളും താഴെ കോളത്തിൽ എഴുതാം. ആദ്യം ഒന്ന് ഹദീസ് വായിക്കാം. ذات يوم جاء جبريل عليه السلام عند النبي صلى الله عليه وسلم وسأل ما الإحسان. أجاب النبي صلى الله عليه وسلم الإحسان أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. ഇതിനർത്ഥം എന്ന് പറയുന്നു, ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത് വന്ന് ചോദിച്ചു, നബിയെ, എന്താണ് ഇഹ്സാൻ എന്ന് പറയുന്നത്? അജാബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി നൽകി, അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്നാൽ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നക യറാക. നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്നെ അവൻ കാണുന്നുണ്ട് എന്ന ബോധത്തോടെ അള്ളാഹുക്ക് ആരാധിക്കാം. നിസ്കരിക്കുമ്പോൾ അള്ളാഹു നമ്മെ കാണുന്നുണ്ട്, പക്ഷേ നാം അള്ളാഹുവിനെ കാണുന്നില്ല. അപ്പം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ബോധത്തോടെയാണ് നിസ്കരിക്കേണ്ടത് എന്നർത്ഥം വരുന്നതാണ് ഈ പാഠം, ഈ ഹദീസ്. ഈ ഹദീസിൽ വന്നിട്ടുള്ള ഇസ്മു നമുക്ക് നോക്കാം. റാത്ത, യൗമ, ജിബ്രീൽ, അന്നബിയു, ഇഹ്സാൻ, ഇൻദ, അല്ലാഹു. ഇതൊക്കെ ഇസ്മുകളാണ്, ഓരോന്നിൻ്റെ പേരുകളാണ്. ഇനി ഫിഅലുകൾ നോക്കൂ. ജാഅ, സഅല, അജാബ, തഅബുദു, തറാഹു, ലം തകുൻ, യറാക. ഇതൊക്കെ ഓരോ ഫിഅല് പ്രവർത്തികളാണ്. ഇനി ഇതിൽ വന്നിട്ടുള്ള ഹർഫുകൾ മാ, അൻ, കഅന്ന, ഇൻ, ലം, ഇന്ന. ഇതൊക്കെ എന്താണ്? ഹർഫുകളാണ്. ഇനി നെക്സ്റ്റ് പേജിൽ എന്താ പറയുന്നത്? നക്തഷിഫുൽ മാലി വൽ മുലാരി. മാലി മുലാരി കണ്ടെത്താം. അൽ മുലാരി, അൽ മാലി. തത്ലുബു, യഅരിഫു, യജ്രി, യറ. ഇതിന്റെ മാലി നോക്കാം. തത്ലുബു, ത്വലബ. യഅരിഫു, അറഫ. യജ്രി, ജറ. യറ, അറ. ഇനി മുലാരി കണ്ടെത്താനാണ്. ഖറജ, വസല, സമിഅ, ഖാല. അതൊക്കെ മാലിയാണ്, കഴിഞ്ഞു പോയ കാലം അറിയിക്കുന്നതാണ്. അതിന്റെ മുലാരി നോക്കാം. ഖറജ, യഖ്റുജു. വസല, യൂസിലു. സമിഅ, യസ്മഉ. ഖാല, യഖൂലു. നുലാഹിദുൽ മുഫ്രദ വൽ ജംഅ. മുഫ്രദ് ജംഅ മനസ്സിലാക്കാം, അതായത് ഏകവചനം, ബഹുവചനം. ഒരാൾക്ക് ഒന്നാണെങ്കിൽ ഏകവചനം, രണ്ടിൽ കൂടുതലാണെങ്കിൽ ബഹുവചനം എന്ന് പറയാം. ഹാലുൻ, അഹ്വാലുൻ. ഹാലുൻ അവസ്ഥ, അഹ്വാലുൻ അവസ്ഥകൾ.
ഇബ്നത്തുൻ ബനാത്തുൻ, ഇബ്നത്തുൻ പെൺകുട്ടി, ബനാത്തുൻ പെൺകുട്ടികൾ. ഉമ്മുൻ ഉമ്മഹാത്തുൻ, ഉമ്മുൻ ഒരു ഉമ്മ, ഉമ്മഹാത്തുൻ ഉമ്മകൾ. മാഉൻ മിയാഹുൻ, മാഉൻ വെള്ളം, മിയാഹുൻ വെള്ളങ്ങൾ. ഇതാണ് മുഫ്രദ് ജംഅ. നഖറഉ മിനൽ ഖുർആനി വനുമയ്യിസുഹു ഇലാ ഫിഅലിൻ വഇസ്മിൻ വഹർഫിൻ. താഴെ കൊടുത്തിട്ടുള്ള ആയത്തുകളിൽ നിന്ന് ഫിഅല്, ഇസ്മ, ഹർഫ് കണ്ടെത്താം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. ഇത് സൂറത്ത് നസ്റാണ്. എന്താ അതിൻ്റെ ഇസ്മുകൾ നോക്കാം. നസ്ർ, അള്ളാഹുവിൻ്റെ സഹായം, അള്ളാഹുവിൻ്റെ സഹായവും ഫതഹും വന്നാൽ, മക്ക ഫതഹ് വന്നാൽ നബിയെ ജനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നിരുന്ന് കാണാം എന്നർത്ഥം അത് വരുന്ന ആയത്താണ്. ഇതിൽ നോക്കൂ, ഇസ്മ നസ്ർ, അള്ളാഹു, ഫതഹ്, അന്നാസ്, ദീന്, അഫ്വാജ്, ഇതൊക്കെ എന്താണ്? ഇസ്മുകളാണ്. ഫീല് പറയുന്നു ജാഅ, റഅയ്ത, യദ്ഖുലൂന, ഈ മൂന്നെണ്ണം ഫീല്. ഹർഫ് ഇദാ, വാവ്, ഫി, ഈ മൂന്നെണ്ണം ഹർഫുകളാണ്. ഇനി അവസാനത്തെ വർക്കം നൻസഖുൽ കലിമാത്ത്, ഈ പദങ്ങളൊക്കെ ഒന്ന് കോപ്പി ചെയ്യുക. ഖറജൽ ഖലീഫത്തു ഉമർ റളിയല്ലാഹു അൻഹു ലൈലൻ ലിയഅരിഫ അഹ്വാലൻ നാസ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ എന്ത് ചെയ്യുക? വൃത്തിയിലെയ്ത. അല്ലാഹു തആല നമുക്കെല്ലാം പഠിക്കാനുള്ള ബുദ്ധിയും ഓർമ്മശക്തിയും പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.